നമസ്കാരം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ലായ മൺസൂൺ രാജ്യത്ത് എത്തിക്കഴിഞ്ഞു. ഈ വർഷം മികച്ച മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. രാജ്യത്തിൻ്റെ ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയ്ക്ക് ഇത് വലിയ ഗുണം ചെയ്യും. കാർഷിക ഉൽപ്പാദനം വർദ്ധിക്കും. വിലക്കയറ്റം കുറയാനും സാധ്യതയുണ്ട്. സാമ്പത്തിക വളർച്ചയെ പൊതുവെ ഇത് ഗുണകരമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. അതോടൊപ്പം തന്നെ റിസർവ് ബാങ്ക് പുതിയ സാമ്പത്തിക നയം ഈ ആഴ്ച പ്രഖ്യാപിക്കുകയാണ്. ഇതെല്ലാം എങ്ങനെയായിരിക്കും വിപണിയെ ബാധിക്കാൻ പോവുക? മാർക്കറ്റ് വാച്ച് പരിശോധിക്കുന്നു. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ലും ചാലകശക്തിയുമായ കാലവർഷം കേരളത്തിലെത്തിക്കഴിഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങൾ മഴയുടെ വരവും കാത്തിരിക്കുകയാണ്. 2017 കണക്കനുസരിച്ച് രാജ്യത്തെ തൊഴിൽ മേഖലയിലെ 47% സംഭാവന ചെയ്യുന്നത് കാർഷിക മേഖലയാണ്. ഗ്രാമീണ മേഖലയിലെ 60% നിലനിൽപ്പും കൃഷിയിലൂന്നി തന്നെ. ഈ സാഹചര്യത്തിൽ കാലവർഷം ദുർബലമായാൽ ഈ മേഖലയൊന്നാകെ പ്രതിസന്ധിയിലാകും. സാമ്പത്തിക വളർച്ച താഴേക്ക് പതിക്കും. പണപ്പെരുപ്പം ഉയരും. എന്നാൽ ഈ വർഷം 98% മഴ കിട്ടുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. ഓഹരി വിപണിയും കമ്മോഡിറ്റി വിപണിയും ഈ പ്രവചനത്തെ ആശ്വാസത്തോടെയാണ് കാണുന്നത്. നല്ലൊരു ശതമാനം ആൾക്കാരും അഗ്രിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. അപ്പം റൂറൽ ഇതിൽ റവന്യൂ വരുമ്പോഴായിരിക്കും ആ ഒരു പാർട്ടിൽ നിന്നിട്ട് സ്പെൻഡിങ് ഉണ്ടാവുക. അപ്പം യൂഷ്വലി ടേക്ക് ഓഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫുൾ ഫ്ലെഡ്ജിൽ നമ്മുടെ ഇന്ത്യൻ എക്കോണമി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ബാക്ക് ബോൺ എന്ന് തന്നെ പറയാവുന്നത് റൂറൽ എക്കോണമിയാണ്. അപ്പോൾ അത് ടേക്ക് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ബെറ്റർ മൺസൂൺ ആവശ്യമാണ്. അപ്പം ബെറ്റർ മൺസൂൺ വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ളൊരു ബാക്കപ്പ് ഉണ്ടാവാറുണ്ട്. അതായത് മെയിൻലി FMCG പോലെയുള്ള കമ്പനീസ് പോലെ ഇൻക്ലൂഡിങ് ഓട്ടോ സെക്ടറിൽ പോലും അതിൻ്റെ റിഫ്ലക്ഷൻസ് കാണാറുണ്ട്. ടൂ വീലർ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചത് വളരെ മെച്ചപ്പെട്ട ഗുണമുണ്ടാകുന്ന ഒന്നാണ്. രണ്ട്, അഗ്രി മേഖലയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സെക്ടറുകൾ, അല്ലെങ്കിൽ ഈ പറയുന്ന വളം നിർമ്മാണ കമ്പനികൾ, ഇല്ലെങ്കിൽ കീടനാശിനി ഉണ്ടാക്കുന്ന കമ്പനികൾ, അതുപോലെ തന്നെ ഫുഡ് ഉണ്ടാക്കുന്ന കമ്പനികൾ, കാരണം ഒരുപാട് എക്സ്പോർട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കമ്പനികളെല്ലാം സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. ഇനി ഈ പറഞ്ഞ ഈ മൺസൂൺ മോശമായി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമുക്കറിയാം മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളും, കാരണം ഇന്ത്യയുടെ എക്കോണമിയും ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒന്ന് മൺസൂണാണ്. കാരണം കൃഷിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റു രാജ്യങ്ങളെല്ലാം ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ എക്കോണമി നെഗറ്റീവ് സോണിലേക്ക് പോകും. രാജ്യാന്തര വിപണികളെല്ലാം ആകാംക്ഷയോടെയാണ് കാലവർഷത്തെ ഉറ്റുനോക്കുന്നത്. 2006-2007 മൺസൂൺ ദുർബലമായതിനെ തുടർന്ന് ഗോതമ്പിന്റെ വിളവെടുപ്പ് കുത്തനെ ഇടിഞ്ഞിരുന്നു. തുടർന്ന് ഇന്ത്യ ഗോതമ്പ് വൻതോതിൽ ഇറക്കുമതി ചെയ്തു. ഇതോടെ ആഗോള വിപണിയിൽ ഗോതമ്പിന്റെ വില ടണ്ണിന് $400 എന്ന റെക്കോർഡ് നിരക്കിലെത്തി. 2008 സമാനമായി നെൽകൃഷി അവതാളത്തിലായതിനെ തുടർന്ന് ഇന്ത്യ ഇറക്കുമതിക്ക് മുതിർന്നപ്പോൾ വില വന്നു നിന്നത് ടണ്ണിന് $1000. ചൈനയാണ് ഏറ്റവും വലിയ ഉപഭോക്തൃ രാജ്യമെങ്കിലും ഇന്ത്യയിലേക്കാണ് ലോകരാജ്യങ്ങളുടെ കണ്ണ്. കാലവർഷം മെച്ചമായി കൃഷിയിലൂടെ അപ്രതീക്ഷിത വരുമാനമുണ്ടായാൽ ഓഹരി സ്വർണ്ണ വിപണികളിൽ ഇന്ത്യയുടെ പങ്കാളിത്തം കുത്തനെ ഉയരും. ഇത്തവണത്തെ കാലവർഷത്തെ രാഷ്ട്രീയമായും ഓഹരി വിപണി വിലയിരുത്തുന്നുണ്ട്. മൺസൂൺ മോശമാവുകയാണെന്നുണ്ടെങ്കിൽ ഒരു അഡീഷണൽ തലവേദന കൂടെ വരുന്നുണ്ട്. കാരണം ഇലക്ഷൻ്റെ വക്കത്താണ്. പക്ഷേ ലാസ്റ്റ് ഇയർ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഇയറും മൺസൂൺ ബെറ്റർ ആയിരുന്നു. പക്ഷേ ലാസ്റ്റ് ഇയർ മൺസൂൺ ബെറ്റർ ആയതുകൊണ്ട് തന്നെ ബമ്പർ ഹാർവസ്റ്റ് ആയിരുന്നു. അപ്പം വിളകളുടെ വില താഴോട്ട് പോയി. അപ്പോൾ താഴോട്ട് പോയ സാഹചര്യത്തിൽ അത് വീണ്ടും കർഷകർക്കൊരു നഷ്ടത്തിലേക്ക് പോകുന്നൊരു അവസ്ഥ ഉണ്ടായി. അപ്പം ഈ വർഷം ബെറ്റർ മൺസൂൺ വരാനും ഒരു ബമ്പർ ഹാർവസ്റ്റ് ഉണ്ടാവാനുള്ള ചാൻസ് അവിടെ നിൽക്കുന്നത്. അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹാർവസ്റ്റ് ഉണ്ടായതുകൊണ്ട് മാത്രമല്ല, അപ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു താങ്ങുവില അങ്ങനെയുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ട് ഇത് വന്നാൽ മാത്രമേ അതിൻ്റെ ബെനിഫിറ്റ് വരത്തുള്ളൂ. കാലവർഷം മെച്ചമാകുമെന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ റിസർവ് ബാങ്കിന്റെ വ്യാഴാഴ്ചത്തെ പണനയത്തെ പ്രതീക്ഷയോടെയാണ് ഓഹരി വിപണി കാണുന്നത്. പണപ്പെരുപ്പം സുരക്ഷിത മേഖലയായ 4% മുകളിൽ നിൽക്കുന്നതിനാൽ പലിശ നിരക്ക് കുറയാനുള്ള സാധ്യത വിരളമെന്നാണ് വിലയിരുത്തൽ. GDP വളർച്ച മെച്ചപ്പെട്ടെങ്കിലും പഴയ നിലയിലേക്ക് മടങ്ങിയെത്താൻ സമയമെടുക്കും. ഡോളറിനെതിരെ രൂപ ദുർബലമാകുന്നതും പലിശ കുറയാനുള്ള സാധ്യത വിദൂരത്താക്കുന്നു. എന്നാൽ വിപണിയിലേക്കുള്ള പണമൊഴുക്ക് കുറയുന്നതും ബാങ്കുകൾ പലിശ നിരക്ക് ഉയർത്തുന്നതും RBI പലിശ കൂട്ടാനുള്ള സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. മൺസൂൺ ബെറ്റർ ആവുമെന്നുള്ള ഇതുള്ള ഫോർകാസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഫുഡ് പ്രോഡക്ട്സിൻ്റെ പ്രൈസ് താഴെ വരും എന്നാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയെങ്കിൽ ഫുഡ് പ്രോഡക്ട്സിന് വെയിറ്റേജ് കൂടുതലാണ്. ഇപ്പോഴത്തെ CPI നേരത്തെ WIP വെച്ചിട്ടാണ് RBI കൺസിഡർ ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ CPI വെച്ചിട്ടാണ്. ഇതിൽ ആക്ച്വലി കൂടുതലും ഫുഡ് പ്രോഡക്ട്സിന് വെയിറ്റേജ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഒരു എന്താ പറയുന്ന ഒരു ഫേവറബിൾ അല്ലെങ്കിൽ ഒരു അവർക്ക് ഒരു
അക്സെപ്റ്റബിൾ റീജിയനിൽ നിൽക്കും എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പം ആ ഫോർകാസ്റ്റ് അതിനകത്ത് തന്നെ നിൽക്കാനാണ് ചാൻസ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഒരു റേറ്റ് ഹൈക്കിൻ്റെ ചാൻസിൽ പോകുന്നില്ല, പക്ഷേ റേറ്റ് കട്ടിൻ്റെ ചാൻസിനും ഇപ്പോൾ ചാൻസ് കുറവാണ്. ഇപ്പോഴത്തെ ഇന്ത്യൻ എക്കോണമിയുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ക്യാഷ് ഫ്ലോ കുറവാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ക്യാഷിലുണ്ടാകുന്ന ഷോർട്ടേജ് പരിഹരിക്കുന്നതിന് വേണ്ടി RBI ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു അടുത്ത ആഴ്ചയിൽ RBI മോണിറ്ററി പോളിസി വരാനിരിക്കുമ്പോൾ ഒരു 25 ബേസിസ് പോയിൻറ്റിൻ്റെ റേറ്റ് ഹൈക്ക് പ്രതീക്ഷിക്കുന്നു. എന്നാൽ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നും ഒരു പക്ഷേ ഇതിൻ്റെ മേൽ പ്രഷർ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇമ്മീഡിയറ്റ് ഇത് ഉണ്ടായില്ലെങ്കിലും ഈ ഒരു വർഷം തീരുന്നതിന് മുമ്പ് ഒന്നല്ലെങ്കിൽ 2 തവണ റേറ്റ് ഹൈക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്, ചെറിയ രീതിയിലെങ്കിലും. പ്രത്യേകിച്ച് നമുക്കറിയാം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പോലുള്ള ഒറ്റപ്പെട്ട ബാങ്കുകൾ ഓൾറെഡി പലിശ നിരക്കുകൾ കൂട്ടി തുടങ്ങി. അതുകൊണ്ട് തന്നെ അത് അവരുടെ നിലനിൽപ്പിൻ്റെ ആവശ്യമാണ്. അപ്പോൾ ക്യാഷ് ഫ്ലോ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് കൂട്ടുന്നത്. രാജ്യാന്തര വിപണികളിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്നതിനാൽ ആഭ്യന്തര നിക്ഷേപകരിലാണ് വിപണി പ്രതീക്ഷ വയ്ക്കുന്നത്. എന്നാൽ നോട്ട് അസാധുവാക്കലിന് ശേഷം ലഭിച്ച സ്വീകാര്യതയുടെ തുടർച്ച വിപണിയിലില്ല. ഈ സാഹചര്യത്തിൽ പാരമ്പര്യ സാമ്പത്തിക സ്രോതസ്സുകളായ കാർഷിക മേഖലയടക്കം ശക്തിപ്പെടേണ്ടത് വിപണിയുടെ അനിവാര്യതയാണ്. ഇതിന് കേന്ദ്ര സർക്കാരും റിസർവ് ബാങ്കും അനുകൂല സാഹചര്യം ഒരുക്കുമെന്നാണ് നിക്ഷേപകരുടെ പ്രതീക്ഷ. മാർക്കറ്റ് വാച്ചിൽ ഇനി ഹെഡ്ജ് എഗ്രീസിന് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ ഭുവനേന്ദ്രൻ ചേരുകയാണ്. നമസ്കാരം ഭുവനേന്ദ്രൻ, മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. എങ്ങനെയാണ് പോയ വാരത്തെ വിപണിയെ താങ്കൾ വിലയിരുത്തുന്നത്? ചെറിയ ചാഞ്ചാട്ടങ്ങൾ വിപണിയിൽ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. എന്തൊക്കെ ഘടകങ്ങളാണ് പോയ വാരത്തിൽ സ്വാധീനിക്കപ്പെട്ടത് വിപണിയെ? ഈ വീക്ക് അഗൈൻ മാർക്കറ്റ് മൊമെൻറ്റം വളരെ പോസിറ്റീവായിരുന്നു. ഒരു ബുള്ളിഷ് പാറ്റേണിലാണ് മാർക്കറ്റ് മൂവ് ചെയ്തത്. നിഫ്റ്റി 10,763 വരെ മൂവ് ചെയ്തു. അതിനുശേഷം ഫ്രൈഡേയോട് കൂടി ഒരു കൺസോൾട്ടേഷൻ ഫേസിലേക്ക് മൂവ് ചെയ്തു. ഒരു സ്ലൈറ്റ് കറക്ഷൻ മോഡിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തു. പ്രത്യേകിച്ചും മൺസൂൺ ഫോർകാസ്റ്റ് തന്നെയായിരുന്നു. പ്രധാനമായിട്ടും മൺസൂൺ ഫോർകാസ്റ്റ് ഓട്ടോമൊബൈൽ സെക്ടറിലും അതുപോലെ ബാങ്കിങ് സെക്ടറിൽ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കണ്ടു. ബെറ്റർ മൺസൂൺ വരികയാണെങ്കിൽ ഓട്ടോമൊബൈൽ സെയിൽസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള സാധ്യത, അതോടൊപ്പം തന്നെ ബാങ്കിങ് സെക്ടറിൻ്റെ അസറ്റ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനുള്ള സാധ്യത, ഇത് രണ്ടുമായിരുന്നു പ്രധാനമായിട്ടും ഈ സെക്ടർ വളരെ ബെറ്റർ സോണിലേക്ക് മൂവ് ചെയ്തു. അതുപോലെ ബെറ്റർ റിസൾട്ട് വന്ന സൺഫാർമ പോലെയുള്ള ചില ഇൻഡിവിജ്വൽ സ്റ്റോക്കിലും ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കണ്ടിരുന്നു. ബെറ്റർ മൺസൂൺ അതോടൊപ്പം തന്നെ ബെറ്റർ GDP, ഇത് രണ്ടുമായിരുന്നു മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ട് പുറത്തു വന്ന 2 ന്യൂസ്. അതിനോട് മാർക്കറ്റ് വളരെ പോസിറ്റീവായിട്ട് തന്നെ റിയാക്ട് ചെയ്തു. ഗ്ലോബൽ ന്യൂസ് അല്ലെങ്കിൽ ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റ് അത്രത്തോളം ഒരു പോസിറ്റീവ് നോട്ടിലായിരുന്നില്ല. പല വോളറ്റിലിറ്റി വളരെയധികം കൂടുതലായിരുന്നു ഗ്ലോബൽ മാർക്കറ്റിൽ. കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്തെങ്കിലും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ അത് റിഫ്ലക്റ്റ് ചെയ്തില്ല. അതിൻ്റെ ഒരു പ്രധാന റീസൺ ഈ ബെറ്റർ ആയിട്ടുള്ള മൺസൂൺ, അതുപോലെ തന്നെ ബെറ്റർ GDP, അതോടൊപ്പം തന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ. അതുതന്നെയാണ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ്റെ കാരണം പോലും ഈ ബെറ്റർ ആയിട്ടുള്ള ഈ മൺസൂൺ GDP തന്നെയാണ്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആസ് യൂഷ്വൽ കണ്ടിന്യൂസ് സെല്ലിംഗ് സൈഡിൽ തന്നെയാണ്. അവർ എനിക്കൊന്ന് റീസെൻ്റായിട്ട് എല്ലാ വീക്കും കണ്ടിന്യൂസ് ഒരു സെല്ലിംഗ് സൈഡിലേക്ക് തന്നെ മൂവ് ചെയ്യുകയാണ്. എങ്കിൽ പോലും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്റ്റീവായി മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഇപ്പോഴും ഒരു ബെറ്റർ സോണിലേക്ക് മൂവ് ചെയ്യുന്നു. എന്തായാലും ഈ മൊമെൻറ്റം വരും ദിവസങ്ങളിൽ കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് സാധ്യത. ഇപ്പോഴത്തെ രീതിയിൽ മാർക്കറ്റ് മൊമെൻറ്റം വളരെ പോസിറ്റീവ് തന്നെയാണ്. മാർക്കറ്റ് വാച്ചിൽ ഒരു ഇടവേള. ഭുവനേന്ദ്രൻ, അടുത്തയാഴ്ച വിപണിയെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? നിരവധി അനുകൂല ഘടകങ്ങൾ വീണ്ടും വരുന്ന ആഴ്ചകളെല്ലാം വിപണിക്ക് മുമ്പിലുണ്ട്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു നേട്ടം വിപണിക്ക് ഉണ്ടാകേണ്ടതാണ്. ഏത് തരത്തിലുള്ള ഘടകങ്ങളായിരിക്കും അടുത്തയാഴ്ചത്തെ വിപണിയെ സ്വാധീനിക്കുക? എങ്ങനെയാണ് താങ്കളുടെ പ്രതീക്ഷ? നെക്സ്റ്റ് വീക്ക് മാർക്കറ്റ് റേഞ്ച് ബൗണ്ട് ആയിരിക്കാം. അതിൻ്റെ ഒരു റീസൺ ഇപ്പോൾ റീസെൻ്റായിട്ട് വന്നിരിക്കുന്ന ഈ മൺസൂൺ GDP അത് നെക്സ്റ്റ് വീക്ക് റിഫ്ലക്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. എന്തായാലും ഒരു റൈഡിന് ശേഷമുള്ള ഒരു കൺസോൾട്ടേഷൻ ഫേസിലേക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുതൽ. എന്തായാലും പോസിറ്റീവായിട്ടുള്ളൊരു മൂവിന് തന്നെയാണ് സാധ്യത കൂടുതൽ. ഇപ്പോഴത്തെ രീതിയിൽ മാർക്കറ്റിൽ മേജറായിട്ടുള്ളൊരു കറക്ഷനുള്ള പോസിബിലിറ്റി നിലനിൽക്കുന്നില്ല. ഇപ്പോൾ ലാസ്റ്റ് വീക്ക് നമുക്കറിയാം കഴിഞ്ഞ വീക്കിലൊക്കെ ഉണ്ടായ രീതിയിലുള്ള വോളറ്റിലിറ്റി ഉണ്ടായിരുന്നു. ഈ വീക്കും വോളറ്റിലിറ്റി വളരെ കൂടുതലായിരുന്നു. ഗ്ലോബൽ മാർക്കറ്റിലും വോളറ്റിലിറ്റി വളരെ ഹൈ തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ റിഫ്ലക്ഷൻ ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഗ്ലോബൽ മാർക്കറ്റ് വീണ്ടും ഒരു കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ നമുക്ക് നെക്സ്റ്റ് വീക്ക് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം. കാരണം ഈ വീക്ക് അത് റിഫ്ലക്റ്റ് ചെയ്യാതിരുന്നതിൻ്റെ പ്രധാന റീസൺ ബെറ്ററായുള്ള GDPയും ബെറ്ററായുള്ള മൺസൂൺ തന്നെയാണ്. അപ്പോൾ നെക്സ്റ്റ് വീക്ക് പ്രധാനമായിട്ടും RBIയുടെ പോളിസി വരുന്നുണ്ട്. അത് മാർക്കറ്റിനെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. കാരണം RBI പോളിസി മാർക്കറ്റിൽ വലിയൊരു പ്രതീക്ഷ ഇല്ലാത്തതുകൊണ്ട് തന്നെ
ആ ഒരു ന്യൂസ് മാർക്കറ്റിൽ എത്രത്തോളം റിഫ്ലക്റ്റ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. എങ്കിലും ഗ്ലോബൽ ന്യൂസ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. മാർക്കറ്റ് മൊമെൻറ്റം വളരെ പോസിറ്റീവാണ്. എങ്കിലും ഒരു കോഷ്യസ് അപ്രോച്ച് എടുക്കുന്നത് തന്നെയായിരിക്കും നെക്സ്റ്റ് വീക്ക് നല്ലത്. ഭുനേന്ദ്രൻ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പൊതുവെ എല്ലാ നിക്ഷേപകർക്കും അറിയേണ്ടത് വിപണിയിൽ ഈ മൊമെൻറ്റം തുടരുമോ, അത് തുടരുമെങ്കിൽ എത്ര നാൾ തുടരും, എന്തൊക്കെ അനുകൂല ഘടകങ്ങൾ ഈ സാഹചര്യത്തിൽ വിപണിക്കുണ്ട് എന്നതാണ്. പ്രത്യേകിച്ചും സെക്ടർ വൈസ് നമ്മൾ കൂടി ആലോചിക്കുമ്പോൾ പോലും പല നിക്ഷേപകരും പ്രധാനമായും ചോദിക്കുന്നത് ഏത് തരത്തിലൊരു മുന്നേറ്റം വിപണിക്ക് വരും ദിവസങ്ങളിൽ ഉണ്ടാക്കുമെന്നാണ്. പക്ഷേ ഈ ഒരു മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്കറിയാം റീസെൻ്റായിട്ട് വലിയൊരു ഡീപ്പ് മാർക്കറ്റ് ഓൾ ടൈം ഹൈയിൽ നിന്നും ഒരു ഡീപ്പായുള്ള കറക്ഷൻ മോഡലിലേക്ക് മൂവ് ചെയ്താൽ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ റീസെൻ്റായിട്ട് കർണാടക ഇലക്ഷൻ കൗണ്ടിങ് ഡേയുടെ അന്ന് തന്നെ മാർക്കറ്റ് 10,900 മുകളിലേക്ക് മൂവ് ചെയ്തിരുന്നു. അതിനുശേഷമാണ് ആ റിസൾട്ട് മോശമായതുകൊണ്ട് ഒരു ഡീപ്പ് കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്ത് 2 വീക്സ് ബാക്കാണ് ഇതൊക്കെ സംഭവിച്ചത്. എഗൈൻ 10,417 വരെ മാർക്കറ്റ് കറക്റ്റ് ചെയ്ത് വന്നിരുന്നു. അതിനുശേഷം വന്നിരിക്കുന്ന റൈഡാണ് ഈ 10,700 മുകളിലേക്ക് മാർക്കറ്റിൻ്റെ ആ റൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ഡീപ്പായിട്ടുള്ള കറക്ഷൻ സംഭവിച്ചു, റൈഡും സംഭവിച്ചു. ടൈം ടു ടൈം മാർക്കറ്റിൽ കറക്ഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ ഡീപ്പ് കറക്ഷൻ മാർക്കറ്റിൽ വളരെ ഷാർപ്പായിട്ടുള്ള റിക്കവറിയും സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് 2018 എന്ന് പറയുന്നത് വോളറ്റിലിറ്റി വളരെ കൂടുതലുള്ള വർഷമാണെന്ന് പറയുന്നതിൻ്റെ റീസൺ അത് തന്നെയാണ്. അപ്പോൾ റീസെൻ്റായിട്ട് നമ്മളതൊക്കെ കണ്ടതാണ്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ഇങ്ങനെ ഡീപ്പായിട്ടുള്ള കറക്ഷൻ സംഭവിക്കുമ്പോൾ ക്വാളിറ്റി സ്റ്റോക്ക് ബൈ ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെ കാണണം. കാരണം ഓരോ കറക്ഷനിൽ നിന്നും മാർക്കറ്റിൽ റിക്കവറി സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റായിട്ട് വന്നിരിക്കുന്ന ഹൈ എനിക്ക് തോന്നുന്നു 10,900 2 പ്രാവശ്യം ആ ലെവൽ വന്നതിന് ശേഷമാണ് വീണ്ടും കറക്ഷൻ മോഡിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. വീണ്ടും റിക്കവറി സംഭവിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ രീതിയിൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനാണ് മാർക്കറ്റിനെ റൈഡ് ചെയ്യിക്കുന്നത്. പലപ്പോഴും അവരുടെ ഡ്രിവൺ മാർക്കറ്റ് തന്നെയാണ്. നേരത്തെ ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് റിഡംഷൻ കുറവാണ്. നേരത്തെയൊക്കെ മാർക്കറ്റിൽ കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും മ്യൂച്വൽ ഫണ്ടിനൊക്കെ സംബന്ധിച്ച് തന്നെ റിഡംഷൻ പ്രഷർ ഉണ്ടാകും. ഇപ്പോഴത്തെ രീതിയിൽ ഒരു വലിയ ചേഞ്ച് മൈൻഡ് സെറ്റിൽ തന്നെ വലിയൊരു ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് പോലും ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഇതിനെ കാണുന്നത്. ലൈക്ക് ഗോൾഡ്. ഇപ്പോൾ ഗോൾഡിൽ ഒരു കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ഗോൾഡ് പർച്ചേസ് കൂട്ടും, ക്വാണ്ടിറ്റി കൂട്ടും എന്ന് പറഞ്ഞ രീതിയിൽ മ്യൂച്വൽ ഫണ്ടിൽ ഒരു കറക്ഷൻ സംഭവിക്കുമ്പോഴും മ്യൂച്വൽ ഫണ്ട് ബൈയിങ് സൈഡിലേക്ക് വരികയാണ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ്. നോർമലി മാർക്കറ്റിൽ കറക്ഷൻ സംഭവിക്കുമ്പോൾ മ്യൂച്വൽ ഫണ്ടുകൾക്ക് റിഡംഷൻ പ്രഷർ വരാറുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു സാഹചര്യം കാണുന്നില്ല. അത് വളരെ പോസിറ്റീവുള്ളൊരു സൈൻ തന്നെയാണ്. ഈ ഫൈനാൻഷ്യൽ അസറ്റിലേക്കുള്ള ഷിഫ്റ്റ് അതൊക്കെ തന്നെ വളരെ പോസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ ഈ മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിലുപരി ഇപ്പോൾ ബെറ്റർ ആയിട്ടുള്ള മൺസൂൺ, അതുപോലെ ബെറ്റർ ആയിട്ടുള്ള GDP, റുപ്പിയുടെ സ്ട്രെങ്തൻ ചെയ്യുന്ന പോലെയുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ചില ന്യൂസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ, അതുപോലെ 4th ക്വാർട്ടർ റിസൾട്ട്, ഈ റിസൾട്ടൊക്കെ തന്നെയാണ് മാർക്കറ്റിന് ഇപ്പോഴത്തെ രീതിയിൽ റൈഡ് ചെയ്യിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ മാർക്കറ്റ് മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി അതല്ലാത്ത സാഹചര്യത്തിൽ നമുക്കറിയാം കുറേയധികം നെഗറ്റീവ്സ് ഉണ്ട്. ക്രൂഡ് ഓയിൽ പ്രൈസ് വീണ്ടും ഹയർ ലെവലിലേക്ക് പോവുകയും അത് ഫിസിക്കൽ ഡെഫിസിറ്റ് കൂടുക, പൊളിറ്റിക്കലായിട്ടുള്ള അൺസർട്ടനിറ്റി, ഇങ്ങനെയുള്ള റീസൺസ് ഒക്കെ വരികയാണെങ്കിൽ മാർക്കറ്റിൽ കറക്ഷൻ സംഭവിക്കാം. അത് നമ്മൾ 2018 പ്രതീക്ഷിക്കുന്ന ഒരു ന്യൂസ് തന്നെയാണ്. അപ്പോൾ ഈ വോളറ്റിലിറ്റി മാർക്കറ്റിൽ 2018 ഉണ്ടാകാം. ഞാൻ നേരത്തെ പറഞ്ഞ പോസിറ്റീവ്സ് മാർക്കറ്റിനെ പോസിറ്റീവ് സൈഡിലേക്ക് ഡ്രൈവ് ചെയ്യിക്കുമ്പോൾ ഈ പറയുന്ന ക്രൂഡ് ഓയിൽ പ്രൈസും ഫിസിക്കൽ ഡെഫിസിറ്റ്, പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി ഒക്കെ തന്നെ മാർക്കറ്റിനെ ഒരു ഡൗൺ സൈഡിലേക്ക് കൊണ്ടുപോകും. പക്ഷേ ഈ വോളറ്റിലിറ്റി ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഇൻവെസ്റ്റേഴ്സ് കാണുന്നതാണ് നല്ലത്. കാരണം ഇതൊക്കെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം കറക്ഷൻസ് മാർക്കറ്റിലുണ്ടാകും, പ്രത്യേകിച്ചും 2018. അപ്പോൾ ഈ ഇപ്പോഴത്തെ രീതിയിൽ ഈ മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത, ഒന്ന് ബെറ്റർ ആയിട്ടുള്ള GDP, 2 4th ക്വാർട്ടർ റിസൾട്ട്, റീസെൻ്റായിട്ട് റുപ്പി സ്ട്രെങ്തൻ ചെയ്യുന്നതും ക്രൂഡ് ഓയിൽ പ്രൈസിൽ ചെറിയൊരു കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്യുന്നതൊക്കെ തന്നെ ഇന്ത്യൻ എക്കണോമിയെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്റ്റീവായിട്ട് ഇന്ത്യൻ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു റീസൺ കൊണ്ട് തന്നെ ഈ ഒരു മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഭുനേന്ദ്രൻ, അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചയും നമ്മൾ ചർച്ച ചെയ്തതാണ് റിസൾട്ടുകൾ. ഈ റിസൾട്ടുകൾ വിപണിക്ക് നൽകിയ ഒരു നേട്ടമെന്ത്? വിപണിയുടെ പ്രതീക്ഷയ്ക്ക് അനുസൃതമായി മുന്നേറ്റം ഉണ്ടാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? വിപണിയുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചുള്ള റിസൾട്ടുകൾ നൽകുവാൻ കോർപ്പറേറ്റ് കമ്പനികൾക്ക് എത്രത്തോളം കഴിഞ്ഞു? വരുന്ന റിസൾട്ടുകളെല്ലാം വിപണി ഏത് തരത്തിലാണ് സ്വാധീനിക്കുന്നത്? 4th ക്വാർട്ടർ റിസൾട്ട് എബോവ് എക്സ്പെക്റ്റേഷൻ തന്നെയാണ്, അല്ലെങ്കിൽ ഇൻലൈൻ വിത്ത് മാർക്കറ്റ് എക്സ്പെക്റ്റേഷൻ എന്ന് പറയും. ഓവറോൾ മാർക്കറ്റ് റിസൾട്ട് നമ്മൾ കോർപ്പറേറ്റ് ഏർണിംഗ് സ്റ്റഡി ചെയ്യുമ്പോൾ ഇൻലൈൻ വിത്ത് മാർക്കറ്റ് എക്സ്പെക്റ്റേഷൻ തന്നെയാണ്. കാരണം ഒരു ഡ്രോപ്പ് റിസൾട്ടിൽ സംഭവിച്ചിട്ടില്ല. പ്രത്യേകിച്ചും IT സെക്ടറിലും NBFC, കൺസ്യൂമർ ഡ്യൂറബിൾസ്, മെറ്റൽ സെക്ടറിലൊക്കെ തന്നെ വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്തു. അതുപോലെ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളുടെ റിസൾട്ട് വളരെ നന്നായി. അപ്പോൾ ഇതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ മാർക്കറ്റ് ഇപ്പോൾ 1st, 2nd, 3rd, 4th ക്വാർട്ടർ റിസൾട്ടോടുകൂടി മാർക്കറ്റ്
വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റിഫ്ലക്ഷനാണ് നമ്മളിപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിൽ കാണുന്നത്. കാരണം ഡിമോണിറ്റൈസേഷൻ GSTക്ക് ശേഷമൊക്കെ തന്നെ വീണ്ടും വളരെ മോശമായിട്ടുള്ള റിസൾട്ട് വരാനുള്ള സാധ്യതയൊക്കെ ആയിരുന്നു. എന്നാൽ അതിന് മാറ്റം സംഭവിച്ചു. വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ സെക്ടറിലൊക്കെ തന്നെ വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിലും ഈ ബെറ്റർ മൺസൂണൊക്കെ വരികയാണെങ്കിൽ വീണ്ടും ഫസ്റ്റ് ക്വാർട്ടർ റിസൾട്ട് വീണ്ടും ബെറ്ററായി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് വോളറ്റിലിറ്റി മാർക്കറ്റിലുണ്ടാകും. പക്ഷേ വളരെ നല്ല റിസൾട്ട് അനൗൺസ് ചെയ്ത സ്റ്റോക്കിലേക്ക് നമ്മളുടെ ഫോക്കസ് പോകുന്നത് എപ്പോഴും നന്നായിരിക്കും. ഓവറോൾ ഫോർത്ത് ക്വാർട്ടർ റിസൾട്ട് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ മാർക്കറ്റ് പ്രതീക്ഷിച്ചതിലും വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടാണ്. പ്രത്യേകിച്ചും സെലക്റ്റീവ് ആയിട്ടുള്ള ചില സെക്ടറിൽ മാർക്കറ്റ് പ്രതീക്ഷിച്ചതിലും വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഭുരേന്ദ്രൻ, നമുക്കിനി ടെക്നിക്കൽ ചാർട്ട് ഒന്ന് പരിശോധിക്കാം. എവിടെയാണ് പ്രധാനപ്പെട്ട സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഉള്ളത്? ഏത് തരത്തിലുള്ള ഒരു സാങ്കേതിക സൂചനയാണ് ഈ ടെക്നിക്കൽ ചാർട്ട് നൽകുന്നത്? ടെക്നിക്കലി 10,780 എന്ന് പറയുന്ന ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു ടാർഗറ്റ് അല്ലെങ്കിൽ ഒരു സപ്ലൈ സോണാണ്. ഈ 10,780 ബ്രേക്ക് ചെയ്ത് ട്രേഡ് സ്റ്റെബിലൈസ് ചെയ്താണ്. സെക്കൻഡ് സപ്പോർട്ട് സോൺ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 10,840 to 850. അതൊരു മേജർ ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്. പക്ഷേ ഈ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് വരാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഫാക്ടേഴ്സ് തന്നെയാണ്. ഇപ്പോഴത്തെ മാർക്കറ്റ് മൊമെൻറ്റം പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ 10,780യും 10,840, 50 എന്ന് പറയുന്ന ലെവലിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഗ്ലോബൽ സിറ്റുവേഷൻ മോശമാകാതെ ഇരിക്കുകയാണെങ്കിൽ ഈ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാം. ഡൗൺ സൈഡ് മാർക്കറ്റിൽ ഒരു കറക്ഷൻ സംഭവിച്ചാൽ 10,580 to 10,600 എന്ന് പറയുന്ന മേജർ ആയിട്ടുള്ളൊരു സപ്പോർട്ട് സോണാണ്. ഈ 10,580 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് ഒരു ബെയർ ഫേസിലേക്ക് അല്ലെങ്കിൽ ഷോർട്ട് ടൈം ബെയർ ഫേസിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് 10,600 എന്ന് പറയുന്ന ഇൻവെസ്റ്റേഴ്സിന് വീണ്ടും ഒരു എൻട്രി പോയിൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ചും ബെറ്റർ റിസൾട്ട് അനൗൺസ് ചെയ്ത കമ്പനികളിലേക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നന്നായിരിക്കും. ഒരു 200-250 പോയിൻറ്റ്സിൻ്റെ വേരിയേഷൻസ് വരും ദിവസങ്ങളിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാർക്കറ്റ് വാച്ചിൽ ഒരു ഇടവേള കൂടി. നമുക്കിനി രണ്ട് പ്രധാനപ്പെട്ട കമ്മോഡിറ്റികളുടെ അടുത്ത ആഴ്ചത്തെ സാധ്യതകളെ കൂടി ഒന്ന് പരിശോധിക്കാം. പ്രത്യേകിച്ചും ക്രൂഡ് ഓയിൽ ആൻഡ് ഗോൾഡ്. ക്രൂഡ് ഓയിലിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം ഒരു ചാഞ്ചാട്ടം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ദൃശ്യമായിട്ടുണ്ട്. എങ്ങനെയാണ് അടുത്ത ആഴ്ച ഈ രണ്ട് കമ്മോഡിറ്റികളും നീങ്ങാൻ സാധ്യത? ക്രൂഡ് ഓയിൽ പ്രൈസ് റേഞ്ച് ബൗണ്ട് ആയിരുന്നു. ഒന്ന് പ്രധാനമായിട്ട് US പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു, അതുപോലെ തന്നെ റഷ്യ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനുള്ള ഹിൻഡ്, ഇതൊക്കെ തന്നെ ക്രൂഡ് ഓയിൽ പ്രൈസിൻ്റെ ഡിമാൻഡ് കുറഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരു സ്ലൈറ്റ് കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്യാണ്. വരും ദിവസങ്ങളിലും വലിയ റൈഡിനുള്ള പോസിബിലിറ്റി ക്രൂഡ് ഓയിൽ പ്രൈസ് ഇല്ല. ഇന്ത്യയെ സംബന്ധിച്ച് ക്രൂഡ് ഓയിൽ പ്രൈസിൻ്റെ ഒരു കറക്ഷൻ ഒരു പോസിറ്റീവ് തന്നെയാണ്. അതുകൊണ്ട് മാർക്കറ്റിന് ഒരു എനർജി അത് തന്നെയായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ക്രൂഡ് പ്രൈസിൽ വലിയ റൈഡിനുള്ള പോസിബിലിറ്റി നെക്സ്റ്റ് വീക്കും റേഞ്ച് ബൗണ്ട് ആയിട്ട് മൂവ് ചെയ്യാൻ തന്നെയാണ് സാധ്യത. അതുപോലെ തന്നെ ഗോൾഡ് പ്രൈസിലും വലിയ വോളറ്റിലിറ്റി ഇല്ലായിരുന്നു. ഗോൾഡ് പ്രൈസും കഴിഞ്ഞ കുറേ മാസങ്ങളായി തന്നെ റേഞ്ച് ബൗണ്ട് ആയിട്ട് തന്നെ മൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു കറക്ഷൻ മോഡിലേക്ക് ഗോൾഡ് പ്രൈസ് മൂവ് ചെയ്യാണ്. ആ ഒരു സ്ഥിതി കണ്ടിന്യൂ ചെയ്യാനാണ് സാധ്യത. നെക്സ്റ്റ് വീക്കും ഗോൾഡ് പ്രൈസിലും വലിയൊരു വോളറ്റിലിറ്റി പ്രതീക്ഷിക്കുന്നത് സൈഡ് വൈസ് മൂവ്മെൻ്റ് ആണ് പ്രധാനമായിട്ടും പ്രതീക്ഷിക്കുന്നത്. വളരെ നന്ദി ഭുരേന്ദ്രൻ, മാർക്കറ്റ് വാച്ചിലൂടെ ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചതിന്. മാർക്കറ്റ് വാച്ചിലെ ഇനി ബിഗിനേഴ്സ് ഗൈഡാണ്. ഈ ആഴ്ച നിക്ഷേപത്തിന് അനുയോജ്യമായ ഒരു മ്യൂച്വൽ ഫണ്ടും ഒപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട ഓഹരിയുമാണ് ബിഗിനേഴ്സ് ഗൈഡിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. ഈ ആഴ്ച ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഫ്രാങ്ക്ലിൻ ഇന്ത്യ ഫോക്കസ്ഡ് ഈക്വിറ്റി ഫണ്ടാണ്. ഇത് സെബിയുടെ പുതിയ കാറ്റഗറൈസേഷൻ പ്രകാരം ഫോക്കസ്ഡ് ഫണ്ട് കാറ്റഗറിയിൽ ആണ് വരുന്നത്. ഈ ഫണ്ടിൻ്റെ പഴയ പേര് ഫ്രാങ്ക്ലിൻ ഇന്ത്യ ഹൈ ഗ്രോത്ത് കമ്പനീസ് എന്നാണ്. പുതിയ കാറ്റഗറൈസേഷൻ അനുസരിച്ച് പേരും ഘടനയും മാറിയെങ്കിലും നേരത്തെ തൊട്ടേ ഫണ്ടിൻ്റെ പ്രകടനം നല്ലതായിരുന്നു. കഴിഞ്ഞ 5 വർഷത്തെ ശരാശരി റിട്ടേൺ 22%. നേരത്തെ ഇത് മൾട്ടി ക്യാപ് ഫണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഫണ്ടിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് 25 മുതൽ 30 സ്റ്റോക്സിൽ കോൺസെൻട്രേറ്റഡ് ആണ്. ഏകദേശം 67% ജയൻ്റ് ആൻഡ് ലാർജ് ക്യാപ് ഫണ്ട്സിലും 24% മിഡ് ക്യാപ്പിലും 8% സ്മോൾ ക്യാപ്പിലുമായിട്ടാണ് ഫണ്ടിൻ്റെ നിക്ഷേപം. ടോപ്പ് ഹോൾഡിംഗ്സ് SBI, ICICI, HDFC ബാങ്ക്, ആക്സിസ് ബാങ്ക്, ഭാരതി എയർടെൽ, ടാറ്റ മോട്ടോഴ്സ്, NTPC, വേൾപൂൾ, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ എന്നിവയിലാണ്. ഫണ്ടിൻ്റെ കഴിഞ്ഞ കാലങ്ങളിലെ പ്രകടന നിലവാരവും ഘടനാമാറ്റവും ഒക്കെ കൺസിഡർ ചെയ്യുമ്പോൾ വരും നാളുകളിലും മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഫണ്ട് സൈസ് 7,602 കോടി, NAV 38.5, മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് 5,000 രൂപ, മിനിമം SIP 1,000 രൂപ. ഈ ആഴ്ച പരിചയപ്പെടുത്തുന്നത് കമേഴ്ഷ്യൽ വെഹിക്കിൾ ഇൻഡസ്ട്രിയിലെ ലീഡിംഗ് കമ്പനിയായ അശോക് ലേലൻഡ് ആണ്. ബസ്സസ്, ട്രക്സ്, എൻജിൻസ്, ഡിഫൻസ് ആൻഡ് സ്പെഷ്യൽ വെഹിക്കിൾസ് എന്നിവയാണ് കമ്പനി മാനുഫാക്ചർ ചെയ്യുന്നത്. ഇന്ത്യയിലെ മേജർ 4 മെട്രോ സിറ്റീസിലെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ബസ് അശോക് ലേലൻഡേതാണ്. ഇന്ത്യൻ മാർക്കറ്റിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന കമ്പനി ഇപ്പോൾ
വിദേശ കയറ്റുമതിയിലും രാജ്യരക്ഷാ വിഭാഗത്തിലേക്കും കടന്നിരിക്കുകയാണ്. ഉൽപാദനത്തിന് ആവശ്യമായ സ്റ്റീൽ, അലുമിനിയം, കോപ്പർ, സിങ്ക് എന്നിവയിലെ വില വ്യതിയാനങ്ങൾ കമ്പനിയെ ബാധിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ മേഖലയിലെ മറ്റു കോമ്പറ്റീറ്റേഴ്സായ ടാറ്റ മോട്ടോഴ്സ്, ഏച്ചർ, M&M എന്നിവരുമായി കിടപിടിക്കുക ഇവർ നേരിടുന്ന ഭീഷണിയാണ്. എന്നിരുന്നാലും മൾട്ടി ആൻഡ് ഹെവി കമേഴ്ഷ്യൽ വെഹിക്കിൾ സെഗ്മെൻറ്റിലെ സെക്കൻഡ് ലാർജസ്റ്റ് പ്ലെയർ ആണ് ഇവർ. ഇതുകൂടാതെ ലൈറ്റ് കമേഴ്ഷ്യൽ വെഹിക്കിൾ സെഗ്മെൻറ്റിൽ 2ാം സ്ഥാനത്തും. കഴിഞ്ഞ ക്വാർട്ടറിലെ റിസൾട്ട്സ് വന്നപ്പോൾ നെറ്റ് പ്രോഫിറ്റിൽ 40% വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ വരും വർഷം 25% വിറ്റുവരവ് വർധനയും കമ്പനി പ്രതീക്ഷിക്കുന്നുണ്ട്. അശോക് ലേലൻഡ് 2019 ടാർഗറ്റ് 170 രൂപയാണ്. മാർക്കറ്റ് വാച്ചിൻ്റെ ഈ ലക്കം അവസാനിക്കുന്നു. വിപണി സംബന്ധിച്ച നിങ്ങളുടെ സംശയങ്ങൾ തുടർന്നും എഴുതി അറിയിക്കുക. investment@asiannews.in എന്ന വിലാസത്തിലാണ് അയക്കേണ്ടത്. മാർക്കറ്റ് വാച്ചിനി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.